ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കനിയിൽ നിന്നും മോഹൻ പരോളിലിറങ്ങിയ വാർത്ത അറിഞ്ഞ കൃഷ്ണചന്ദ്രൻ സാറും പരിഭ്രമത്തോടെ പറയുകയാ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് അയാൾ അറിഞ്ഞ ഉറപ്പായും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി അയാൾ ഇവിടെ എത്തും. ഞാനങ്ങ് വീട്ടിലേക്ക് മടങ്ങാം, അതാ നല്ലതെന്ന്. അത് കേൾക്കെ കനിയും, സാർ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. പഴയതുപോലെ അങ്ങേരത്ര സ്ട്രോങ് ഒന്നുമല്ല. എനിക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂവെന്ന് കനി പറയേ, നമ്മൾ കരുതുന്ന പോലെയല്ല. അയാൾ എന്തിനും തുനിഞ്ഞ മനുഷ്യനാണെന്ന് സാറ് സമാധാനമായിരിക്കണം. എന്തേലും വിഷയമുണ്ടെങ്കിൽ നമുക്ക് വിഷ്ണുവിനോട് പറയാം എന്ന് സരസ്വതി പറയേ, വെറുതെ എല്ലാവരും ടെൻഷനായിട്ട് ഞാൻ ഇവിടെ നിൽക്കണമെന്നാ എന്ന് സാറും ചോദിക്കുക. സാറ് ടെൻഷൻ അടിക്കണ്ട, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ഒന്നിച്ചു നേരിടും, ധൈര്യമായിട്ടിരിക്കെന്ന് കനിയും. അയാൾ എന്തോ ഉദ്ദേശിച്ച ഇറങ്ങിയതെന്ന് ചെറിയമ്മ സംശയത്തോടെ പറയേ, എന്തുദ്ദേശിച്ചായാലും നമുക്ക് നോക്കാമെന്നേ എന്ന് കനിയും ആശ്വസിപ്പിക്കുകയാ. അവിടെ മഹേഷ് തന്റെ ബേക്കറിയിൽ പലഹാരങ്ങളെല്ലാം ഒതുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോഴാണ് മോഹൻ അങ്ങോട്ട് കയറി വന്ന് മഹേഷിന്റെ ശ്രദ്ധ തിരിക്കാനായി ഒരു ചുമയൊക്കെ വരുത്തുന്നത്. മഹേഷ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കാണുന്നത് തന്റെ മുന്നിൽ നിൽക്കുന്ന അച്ഛനെയാണ്. ഒരു ഞെട്ടലോടെ അവൻ നിൽക്കുമ്പോഴേക്കും മോഹൻ ഒരു ചിരിയോടെ വീണ്ടും ചുമച്ചുകൊണ്ട്, എന്താടാ നീ വലിയ സെറ്റപ്പ് ആയല്ലോ, കോളേജൊക്കെ അടുത്തായോണ്ട് പൊടിയുടെ ഇടപാടൊക്കെ കാണും അല്ലേ എന്ന് ചോദിക്കാതെ വെറുതെ കയറി വന്ന് വായിൽ തോന്നുന്നത് പറയരുത്. ഇവിടെ നേരുള്ള കച്ചവടം മാത്രമേ ഉള്ളൂ എന്ന് മഹേഷും. എടാ, നീ വീടും പുരയിടും ഒക്കെ വാങ്ങിയതും നിന്റെ അമ്മായിപ്പനെ പടം പിടിക്കാൻ കാശ് കൊടുത്തതുമൊക്കെ ഞാൻ അറിഞ്ഞു. അതൊന്നും നിന്റെ ഈ മണ്ടം ബിസ്ക്കറ്റ് വിട്ടിട്ടൊന്നും കിട്ടിയതല്ലോ, ആണോ എന്ന് മോഹൻ ചോദിക്കെ, എന്റെ ബേക്കറി തന്നതാ എനിക്കെല്ലാം, അതൊന്നും എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് മഹേഷും. അവൻ വലിയ ആളായിപ്പോയി, പക്ഷേ കാശ് മാത്രം ഉണ്ടാക്കിയാ പോരടാ, മാനവും കൂടി വേണമെന്ന് മോഹനും. മാനത്തിന് എന്ത് പറ്റിയെന്ന് മഹേഷ് ചോദിക്കെ, വീട്ടിലിപ്പോ മറ്റേ വാദ്യാരെ കയറ്റി പൊറപ്പിച്ചേക്കുമല്ലേ, ശരിയല്ലേ എന്ന് മോഹൻ ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന ഓമനാമയും പരിഭ്രമത്തോടെ, അയ്യോ ഇയാളോ എന്ന് പറഞ്ഞ് അവിടെ നോക്കി നിൽക്കുകയാ. എടാ, ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞതാ, അപ്പൊ ആരുടെയും തലയിൽ കയറിയില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് മോഹൻ കളിയാക്കി ചോദിക്കെ, അതാ സാറിന്റെ കാലൊടിഞ്ഞോണ്ടാന്ന് മഹേഷ്. അത് കേൾക്കെ പൊട്ടിച്ചിരിയോടെ, കാലൊടിഞ്ഞിട്ടോ? എടാ, കാലൊടിഞ്ഞോരെ കയറ്റി കിടത്താൻ അതെന്താ സർക്കാർ ആശുപത്രിയോ, പോടാ മാനം കെട്ടവനെ എന്ന് മോഹനും. ദേ, കടയിൽ കയറി വന്ന് അനാവശ്യം മാത്രം പറയരുത് എന്ന് മഹേഷ് പറയേ, ഞാനേ ഉള്ള കാര്യമാ പറഞ്ഞത്, നിനക്കത് കേട്ടപ്പോ ചൊറിയും, എനിക്കറിയാടാ. ഇനി ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ശുഭമുഹൂർത്തത്തിൽ നിന്റെ അമ്മയെ അങ്ങേർക്ക് അങ്ങ് കെട്ടിച്ചു കൊടുക്ക്, അതാണല്ലോ നിന്റെയൊക്കെ മാനം എന്ന് മോഹനും. മഹേഷും ദേഷ്യത്തോടെ, അതെ ഈ കടയാണ് എന്റെ ചോറ്, ഇവിടെ വന്നു നിന്നല്ല അനാവശ്യം വിളമ്പേണ്ടത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചല്ല ഉണ്ടാക്കേണ്ടത് എന്ന് പറയേ മോഹനും ദേഷ്യത്തോടെ, നീ മോഹൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോഴേക്കും കടയിലേക്ക് കയറി വരുന്ന ചില ആളുകളും അത് ശ്രദ്ധിച്ചു നിൽപ്പാ. ദേ, ഫാമിലീസ് കയറി വരുന്ന കടയാ, ഇവിടെ വന്ന് വായിൽ തോന്നുന്നത് പറയാൻ പറ്റൂല, നിങ്ങൾ ഇറങ്ങിപ്പോണം അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും എന്ന് മഹേഷ് ഭീഷണിപ്പെടുത്തേ, നിന്റെ ആ മരവാഴ അളിയനായിരിക്കും പോലീസ് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചോണ്ട്, വെറുതെ എന്നെ ചിരിപ്പിക്കാതെ പോടാ എന്ന് പറയുമ്പോഴേക്കും കൂടുതൽ വായിട്ടലക്കാതെ ഇറങ്ങിപ്പോയെന്ന് മഹേഷും ഒച്ചവയ്ക്ക് ഓമനമ്മ അങ്ങോട്ടെത്തി മഹേഷിനെ പിടിച്ചു വലിച്ചോണ്ട്, എടാ മഹേഷേ, നീ അയാളോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു, നീ മിണ്ടാതിരുന്ന അയാൾ ഇറങ്ങി പൊക്കോളും എന്ന് പറഞ്ഞവനെ പിടിച്ചു നിർത്തുകയാ. അത് കേൾക്കെ മോഹനും, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ പൊറുക്കാൻ വന്നതൊന്നുമല്ല. എടാ, അവളുടെ കാമുകനെ ഇനി നീയൊക്കെ കൂടി അച്ഛനും കൂടി വിളിച്ച് പഠിക്ക് കേട്ടോ, അതാണല്ലോ നിന്റെയൊക്കെ സംസ്കാരം എന്ന് മോഹൻ വീണ്ടും കളിയാക്കുമ്പോഴേക്കും മഹേഷ് ദേഷ്യത്തോടെ മോഹന്റെ അടുത്തേക്ക് ചെന്ന്, നിങ്ങളോട് ഇറങ്ങി പോവാനാ പറഞ്ഞത് എന്ന് ഒച്ചവെക്കുമ്പോഴേക്കും കയ്യിലെ പിടിവിടാതെ ഓമനാമയും, മഹേഷേ നീ ഒന്നും കൂട്ടി ചോദിക്കാൻ നിൽക്കണ്ട, നീ അകത്തോട്ട് പോ മോനെ എന്ന് പറഞ്ഞ് മഹേഷിനെ അവിടുന്ന് പിടിച്ചു മാറ്റുകയാ ഓമനാമ്മ. അവനെ മാറ്റി നിർത്തി ഓമനാമയും മോഹനോടായി, അതെ കച്ചവടം നടക്കുന്ന സമയമാണ്, ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളൊന്ന് പോണം പ്ലീസ് എന്ന് പറഞ്ഞ് കൈ കൂപ്പുമ്പോഴേക്കും മോഹനും, ഒന്ന് പോ പെണ്ണുപിള്ളെ, ഉപദേശിക്കാൻ വന്നേക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഒരു പലഹാര പാക്കറ്റ് എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞ്, അവന്റെ അച്ചപ്പും ഊത്തപ്പും ഒരു ദിവസം എല്ലാം കൂടി ഞാൻ തല്ലിപ്പൊളിക്കും, മാറി നിക്കടാന്ന് അവിടെ കൂടിയിരിക്കുന്ന ആളുകളോടായി പറഞ്ഞ് മോഹൻ അവിടെ നിറങ്ങി പോവുകയാ. അവിടെ സന്തോഷിന്റെ വീട്ടിലെ ഡൈനിങ് ടേബിളിലിരുന്ന് പോറ്റി രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പോറ്റിയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നത്. പോറ്റി കോൾ അറ്റൻഡ് ചെയ്ത്, ഹലോ ആരാ വിളിക്കുന്നതെന്ന് ചോദിക്കേ, അപ്പുറത്തുനിന്ന് മോഹനും, മോഹനാ കാരണോരെ എന്ന് പറയുമ്പോഴേക്കും ഞെട്ടി തരിക്കുന്ന പോറ്റിയുടെ കയ്യിൽ നിന്നും ആ മൊബൈൽ താഴേക്ക് വീഴുകയാണ്. മോഹൻ വീണ്ടും ഹലോ ഹലോ എന്ന് വിളിക്കെ പോറ്റി തറയിൽ നിന്നും ആ മൊബൈൽ എടുത്തുകൊണ്ട് ചെവിയിൽ വെച്ച് ഹലോ എന്ന് പരിഭ്രമത്തോടെ പറയുമ്പോഴേക്കും എന്താടോ എന്ന് മോഹനും ചോദിക്കുക. ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി, നീ പിന്നെ ജയില് ചാടിയ മോഹന എന്ന് പോറ്റിയും. ഞാൻ ചാടിയത് ഓടിയതൊന്നുമല്ല, പരോളിൽ ഇറങ്ങിയതാ. അല്ല താനിപ്പോ എവിടെയാന്ന് മോഹൻ ചോദിക്കേ, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് മോഹന, നിനക്ക് പോയി കിടക്കാൻ ഒരു ജയിലെങ്കിലും ഉണ്ടെന്ന് പറയേ, താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അകത്താക്കി തരാമെന്ന് മോഹനും. എന്നെ വെറുതെ വിട്ടേക്ക് മോഹന, നീ കാരണം എനിക്ക് ആകെയുള്ള ഒരു അത്താണിയും പോയായിരുന്നു. അന്ന് കടത്തിനെ കിടന്ന് ഉയിര് പോകുമെന്നാ ഞാൻ കരുതിയത്. ആണ്ടവൻ തുണച്ച് ഇപ്പോ തല ചായ്ക്കാൻ ഒരിടവും ഉയിര് കിടക്കാൻ പച്ചരി വറ്റും കിട്ടും. നീയായിട്ട് അതുകൂടി ഇല്ലാതാക്കുന്നതെന്ന് പോറ്റി കരച്ചിൽ പറയുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന മണിയും പോറ്റിയുടെ സംസാരം ശ്രദ്ധിക്കുകയാ. അതെ, താൻ അവിടെ പച്ചരിയും തിന്ന് കിടക്ക്,
ജയിലിനകത്ത് നല്ല ഒന്നാം തരം ഫുഡാടോ കാരണവരെ എന്ന് മോഹൻ പറയേ. എന്നെ അങ്ങനെ പ്രലോഭിപ്പിക്കാതെ മോഹന, ഞാൻ സമാധാനത്തിൽ കഴിഞ്ഞോട്ടെ, എന്നെ ഇനിയും നീ കുഴപ്പത്തിലാക്കല്ലേ എന്ന്. അത് കേട്ടോണ്ട് നിന്ന മണിയും ദേഷ്യത്തോടെ അണ്ണാ എന്ന് വിളിക്കുക. അത് പിന്നെ എന്ന് പറഞ്ഞ് പോറ്റി കോൾ കട്ട് ചെയ്യുക. മണി പോറ്റിയുടെ അടുത്തേക്ക് ചെന്ന് ആരാണ് അപ്പൊ വിളിച്ചത് എന്ന് ചോദിക്കേ. പോറ്റിയും എന്ത് പറയണമെന്നറിയാതെ പരുങ്ങലോടെ നിൽപ്പാ. പറയണ്ണ, ആരോ ഇപ്പൊ വിളിച്ചതെന്ന് മണി വീണ്ടും ചോദിക്കേ. അത് മോഹനാ എന്ന് പോറ്റിയും. അയാൾ എങ്ങനെയാ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് മണി ചോദിക്കേ. അയാള് പരോളിൽ ഇറങ്ങിയതാ എന്ന് പോറ്റി പറയേ. അയാൾ എന്തിനാ അണ്ണനെ വിളിക്കുന്നെന്ന്. ദേ, ഇനി അമ്മാതിരി പരിപാടിക്കാണെങ്കിൽ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം എന്ന് മണി തീർത്ത് പറയേ. ഇല്ല മണി, അവനുമായിട്ട് ഒരു പരിപാടിക്കും ഇനി ഞാനില്ല, അവനോട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും താഴത്തെ ബഹളമെല്ലാം കേട്ട് നടേശനും സന്തോഷവും സ്റ്റെയർ കേസ് ഇറങ്ങി വരികയാ. മണിയുടെ അടുത്തേക്ക് ചെന്ന് എന്താ മണി പ്രശ്നമെന്ന് നടേശൻ ചോദിക്കേ. ആ മോഹനെ പരോളിൽ ഇറങ്ങിയിട്ട് അണ്ണനെ വിളിച്ചിരിക്കുന്നു എന്ന് മണിയും ദേഷ്യത്തോടെ പറയുകയാ. അളിയ എന്ന് നടേശൻ താക്കീതോടെ വിളിക്കേ. ഈ പോറ്റിയെ നമ്പാൻ പറ്റില്ല, സൂക്ഷിച്ചോ എല്ലാവരും എന്ന് സന്തോഷവും. എന്റെ മക്കളെ, അങ്ങനെയൊന്നും പറയാതെടാ മക്കളെ എന്ന് പോറ്റിയും. മോഹൻ എന്ത് കളിയാ കളിക്കുന്നെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് മണി പറയേ. പരോളിലായോണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും നടേശനും. അത് കേൾക്കെ മണിയും അവൻ പുറത്തുണ്ടെങ്കിൽ പേടിക്കണം. എന്റെ കുഞ്ഞുട്ടനെ ആകെ കുഴപ്പത്തിലാക്കിയത് ആ മോഹന, അവൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പരിഭ്രമത്തോടെ പറയേ. സന്തോഷിന്റെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാം എന്ന് നടേശനും പറയുന്നുണ്ട്. ഓ, അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കുഞ്ഞുട്ടനെ നിങ്ങൾ ശ്രദ്ധിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് മണിയും. പട്ടാപ്പകല് അങ്ങനെയുള്ളൊരു ഹോസ്പിറ്റലിൽ നിന്നല്ലേ മോഹൻ അവനെ പിടിച്ചോണ്ട് പോയത്. എനിക്ക് നല്ല പേടിയുണ്ടെന്ന് മണി പരിഭ്രമത്തോടെ പറയേ. അങ്ങനെയൊന്നും പേടിക്കല്ലേ മണി, അന്ന് സന്തോഷിന് വയ്യാതിരിക്കുമ്പോഴല്ലേ, ഇനി പ്രശ്നമില്ലെന്ന് പോറ്റി. അണ്ണനെ വിശ്വസിക്കാമോ എന്ന് മണി ദേഷ്യത്തോടെ ചോദിക്കേ. എന്നെ ഒന്ന് വിശ്വസിക്കും മണി എന്ന് പോറ്റിയും സങ്കടത്തോടെ പറയുകയാ. ബേക്കറിയിൽ ആകെ ടെൻഷനോടെ നിൽക്കുകയായിരുന്ന മഹേഷിന്റെ അടുത്തേക്ക് ഓമനാമ്മ എത്തി. മഹേഷേ, ഇവനൊക്കെ കടയിൽ വന്ന് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാ. ഇനി വന്നാലും നമ്മള് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ടെന്ന് പറയേ. അത് പിന്നെ ദിവസവും ഇവിടെ വന്ന് പുള്ളിക്ക് ഡാൻസ് കളിക്കാനുള്ള ലൈസൻസ് ആവുമെന്ന് മഹേഷും. അവൻ പെട്ടെന്ന് തന്നെ തന്റെ മൊബൈൽ എടുത്ത് രാധയെ വിളിക്കുകയാ. രാധയും കോൾ അറ്റൻഡ് ചെയ്ത് എന്താടാന്ന് ചോദിക്കേ. ചേച്ചി, കുറച്ചു മുന്നേ ആ മോഹൻ ബേക്കറിയിൽ വന്ന് ഭയങ്കര ഷോ ആയിരുന്നു എന്ന് പറയേ. രാധയും പരിഭ്രമത്തോടെ അല്ല, അയാൾ ഇപ്പൊ ഇങ്ങനെ പുറത്തു വന്നു എന്ന് ചോദിക്കുകയാ. പരോളിനിറങ്ങിയതാണെന്ന് മഹേഷ് പറയേ. കൊള്ളാം, ഇടയ്ക്ക് ലീവിന് വരുന്നത് പോലെ ഇങ്ങനെ വരല്ലേന്ന് രാധയും ചോദിക്കുക. അത് തന്നെ, പക്ഷേ അന്ന് ജയില് ചാടിയതിനുള്ളത് നല്ലോണം കിട്ടിയിട്ടുണ്ട്. പോലീസ് ഇടിച്ച് അങ്ങേരെ ആകെ ഉടച്ചിട്ടുണ്ട്. നേരെ നടക്കാനൊന്നും വയ്യെന്ന് മഹേഷ് പറയേ. മിക്കവാറും പുറത്ത് പരിക്കൊന്നും കാണാത്ത നല്ല ഇടിയായിരിക്കും, അകത്തൊന്നും കാണില്ല. അങ്ങനത്തെ ടോർച്ചറിനെ പറ്റി വിഷ്ണുവേട്ടൻ പറയാറുണ്ട്. അങ്ങനെയുള്ളവരെ കൂടുതൽ കാലം പോവില്ലെന്നാ വിഷ്ണുവേട്ടൻ പറയാറ് എന്ന് രാധ പറയേ. പക്ഷെ രാധേച്ചി, ഇത് ഐറ്റം വേറെയാ, മുറിച്ച് 2 ദിക്കിലേക്ക് എറിഞ്ഞാലും ചേർന്നെണീറ്റ് വരും എന്ന് മഹേഷ് പറയാ. വല്ലാത്തൊരു ജന്മം തന്നെ. അല്ല, എന്താ ഇപ്പൊ ആളുടെ പ്രശ്നമെന്ന് രാധ ചോദിക്കുന്നുണ്ട്. മഹേഷും ശബ്ദം താഴ്ത്തിക്കൊണ്ട് ഇപ്പൊ അങ്ങേര് പറഞ്ഞത് ശരിയായില്ലെന്ന് എന്ന് പറയേ. എന്ത് എന്ന് രാധ. കൃഷ്ണചന്ദ്രൻ സാറും അമ്മയും ഇപ്പോ ഒരുമിച്ച് പുറപ്പായില്ലെന്ന് മഹേഷ് പറയേ. അയ്യേ, ഇത് വെറുതെ കേൾപ്പിക്കുന്നതല്ലേ, അയാള് ഇത് നാട്ടിൽ മൊത്തം പാടി നടക്കും എന്ന് രാധയും ടെൻഷനോടെ പറയേ. അയാള് പാടേ ആടേ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, ഇനി അയാൾ എന്റെ ബേക്കറി കയറി വന്നാ ഞാൻ കണക്കിന് കൊടുക്കുമെന്ന് മഹേഷ്. നീ ആലോചന ഇല്ലാതെ അബദ്ധമൊന്നും കാണിക്കല്ലേ മഹേഷേ, കുറച്ചു ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോ അങ്ങനെ പരോള് കഴിഞ്ഞ് പോയിക്കോളും എന്ന് രാധ പറയേ. രാധേച്ചി, ഞാനിപ്പോ മര്യാദയ്ക്ക് വിലക്ക് വിട്ടിട്ടുണ്ട്, ഇനി വന്നാലേ ഞാൻ അളിയനെ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങേർക്ക് അതൊന്നും പേടിയില്ലെന്ന് മഹേഷ് പറയേ. നീ ടെൻഷൻ ആവണ്ട, പരോളിന് വന്ന് എന്തേലും പ്രശ്നമായ പരോള് ക്യാൻസൽ ആവും എന്ന് രാധയും പറയുകയാ. അത് നോക്കാം, പക്ഷേ ബേക്കറിയിൽ വന്നിങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ ബിസിനസിനെ ബാധിക്കുന്ന കാര്യമാണെന്ന് മഹേഷ് ടെൻഷനോടെ പറയേ. അതെ, നീ സമാധാനപ്പെടാം, ഇനി അങ്ങേര് വന്നാൽ നമുക്ക് വിഷ്ണുവേട്ടനോട് പറയാമെന്ന് രാധ പറയുകയാ. ചേച്ചി, ഞാൻ പിന്നെ ഇവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാമെന്ന് മഹേഷ് പറയും. ശരിയെന്ന് പറഞ്ഞ് രാധയും കോൾ വെക്കുകയാ. അവിടെ മാധവത്തിൽ ക്ലീനിങ് ജോലിയിലായിരുന്നു സരസ്വതി. കൃഷ്ണചന്ദ്രൻ സാറിനെ വാക്കറിൽ പിടിച്ച് നടത്തിക്കുകയാണ് വീണ. അങ്ങോട്ടെത്തിയ കനിയും ചിരിയോടെ ആഹാ, എന്തായി സാറേ പിച്ചവെപ്പ് എന്ന് ചോദിക്കേ. പിച്ച ഇപ്പോ പിച്ച എന്നായിട്ടുണ്ടെന്ന് ചിരിയോടെ സാറ് പെട്ടെന്ന് സോഫയിലേക്ക് ഇരിക്കാനായി തുടങ്ങുമ്പോഴേക്കും ധൃതിയില്ല, പതുക്കെ മതിയെന്ന് പറഞ്ഞ് കനിയും വീണയും കൂടി സാറിനെ സോഫയിലേക്ക് പിടിച്ചിരുത്തുകയാണ്. അപ്പോഴാണ് രാധയും മഹേഷും മാധവത്തിലേക്ക് എത്തുന്നത്. കാറിന്റെ ശബ്ദം കേട്ട് ടീച്ചർ അമ്മ ശ്രദ്ധിക്കുമ്പോഴേക്കും മഹേഷും രാധയും കാറിൽ നിന്നിറങ്ങി ലിവിംഗ് റൂമിലേക്ക് എത്തിയിരുന്നു. ക്ലീനിങ് എല്ലാം മതിയാക്കി അമ്മ അവരുടെ അടുത്തേക്ക് ചെന്ന് എന്താടാന്ന് ചോദിക്കേ. മോഹൻ പരോളിൽ ഇറങ്ങിയത് അമ്മ അറിഞ്ഞോ എന്ന് മഹേഷും. ജസ്റ്റ് അറിഞ്ഞു, കനി വരുന്ന വഴി ആളെ കണ്ടെന്ന് ടീച്ചർ അമ്മയും. ഇന്ന് ബേക്കറിയിൽ വന്നിരുന്നു, പിന്നെ നിന്റെ അമ്മ വീട്ടില് മറ്റേ വാദ്യരെ കയറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ കുറെ ആക്ഷേപിച്ചു എന്ന് മഹേഷ് പറയുന്നത് കേട്ടോണ്ടിരിക്കുകയായിരുന്ന കൃഷ്ണചന്ദ്രൻ സാറും ആകെ വല്ലാതാവുകയാ. മഹേഷ് വീണ്ടും പറയുകയാ, അതും ബേക്കറിയിൽ ആളുകളെല്ലാം നോക്കി നിൽക്കേ, അയാൾക്ക് വയ്യാതെയാണ് വന്ന് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് സർക്കാർ ആശുപത്രിയാണോന്നാ അയാളുടെ ചോദ്യം. അമ്മേ, അവിടെ വന്നു നിന്ന് ഇങ്ങനെ അനാവശ്യം പറഞ്ഞാൽ അതെന്റെ ബിസിനസിനെയാണ് ബാധിക്കുന്നത്. അതും ഞാൻ അയാളോട് പറഞ്ഞു. കൂടുതൽ പ്രശ്നം കാണിച്ചാൽ ഞാൻ അളിയനെ വിളിക്കുമെന്ന് വരെ പറഞ്ഞു. അത് കേട്ട് അങ്ങേരെ പുച്ഛിച്ചു തള്ളി.
പറ, ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ എന്ന് മഹേഷ് ദേഷ്യത്തോടെ അമ്മയോട് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ കനിയും അയാൾക്കിപ്പോ തീരെ വയ്യെന്നാ തോന്നുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾ ഇനിയും കടയിൽ വരും, പരമാവധി എന്നെ ശല്യപ്പെടുത്താൻ നോക്കും. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത് എന്റെ കുറ്റം കൊണ്ടല്ലാന്ന് എന്റെ അമ്മയോട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്റെ സ്ഥാപനത്തിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാ ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്ന് മഹേഷ് അമ്മയോടായി പറയുമ്പോഴേക്കും എന്നാ ഞങ്ങൾ ഇറങ്ങുവാ, പിള്ളേരിപ്പോ ട്യൂഷൻ കഴിഞ്ഞെത്തും, ഇവൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞോണ്ടാ ഞാനും ഇങ്ങിറങ്ങിയത് എന്ന് രാധ പറയേ, ധൃതിയാണെങ്കിൽ പിന്നെ ഇറങ്ങിക്കോ എന്ന് അമ്മയും. പോവാം, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞ് മഹേഷ് രാധയെ വിളിച്ചോണ്ട് പോവുകയാണ്. എല്ലാം കേട്ട് ടെൻഷനോടെ ഇരിക്കുകയായിരുന്ന കൃഷ്ണചന്ദ്രൻ സാറും ധൃതിയിൽ വാക്കറിന്റെയും വീണയുടെയും സഹായത്തോടു കൂടി പെട്ടെന്ന് സരസ്വതിയുടെ അടുത്തേക്ക് ചെന്ന്, സരസ്വതി, ഞാൻ മോഹം വന്ന കാര്യം അറിഞ്ഞപ്പോഴേ പറഞ്ഞതല്ലേ മടങ്ങാമെന്ന്, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കേ സാർ ഒരിടത്തോട്ടും പോകുന്നില്ല, പറയുന്നവരെന്താന്ന് വെച്ചാ പറഞ്ഞോട്ടെ, സാറ് പൂർണ്ണമായും സുഖമാവുന്നവരെ ഇവിടെ തന്നെ ഉണ്ട്, അത് ഞാൻ ഉറപ്പിച്ചതായെന്ന് സരസ്വതിയും. കനിയും സാറിനോടായി, സാർ ഇനിയൊന്നും ആലോചിക്കണ്ട, സമാധാനമായി റിലാക്സ് ആയിരിക്കെ, ഇനി മോഹൻ എങ്ങാനും വന്നാല് നമുക്ക് ഇടിച്ചിടാവുന്നതേ ഉള്ളൂ എന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് രാത്രിയാവുമ്പോ ശിവരാമേട്ടനും സരസ്വതിയും കൂട്ടരും കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. സരസ്വതിയെ ചൂണ്ടി ശിവരാമേട്ടൻ പറയുന്നുണ്ട്, എനിക്കെന്നും ഈ കൊച്ചിന്റെ കാര്യത്തിലെടുത്ത തീരുമാനത്തിലാ കുറ്റബോധം. അച്ഛന്റെയും അമ്മയുടെയും വാക്കിനൊപ്പം അന്ന് ഞാനും നിന്നു. അതിന് ഇവൻ ഇങ്ങനെ ഒരു മൃഗമാണെന്ന് ഞങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? സിനിമാ നടൻ തോറ്റുപോകുന്ന സൗന്ദര്യം, 5 അടി 8 ഇഞ്ച് പൊക്കത്തിലെ ഒത്തൊരാള്, സർക്കാർ ജോലിയും. അന്നത്തെ ഞങ്ങളുടെ സാഹചര്യത്തിൽ ലോട്ടറിയാണെന്നാ ഞങ്ങൾ കരുതിയത്. നമുക്ക് ചൂഴ്ന്നു നോക്കാനൊന്നും പറ്റില്ലല്ലോ. അത് പക്ഷേ വല്ലാത്തൊരു തീരുമാനമായി പോയി. എന്റെ കൊച്ചിന്റെ ജീവിതം തുലച്ചു കളഞ്ഞ തീരുമാനം. ഞങ്ങൾ 4 പേരിലെ ജീവിതത്തോടും മനുഷ്യരോടും കുറച്ച് ഇഷ്ടക്കൂടുതലുള്ളത് ഈ കൊച്ചിനായിരുന്നു. ഇവൾക്ക് ചേർന്ന ഒരാളായിരുന്നെങ്കിൽ എങ്ങനെ പോവേണ്ട ജീവിതമായിരുന്നു. ലച്ചുവാണെങ്കിലും പാറുവാണെങ്കിലും പിന്നെയും പിടിച്ചു നിന്നനെ. കൂട്ടത്തിൽ പാവം ഇവളായിരുന്നു. ഇവളുടെ തലയിൽ തന്നെ ആ മാരണം വന്ന് വീണു എന്നുള്ളതാ. പരസ്പരം അറിഞ്ഞ് വേർപിരിഞ്ഞ് ജീവിച്ചു. അവൻ പല പെണ്ണും കെട്ടി. എന്നാ തുലഞ്ഞു പോവോ? അതില്ല, വല്ലാത്ത നീരാളിപ്പിടുത്തം. ഇപ്പോഴും കൊച്ചിനവൻ സ്വസ്ഥത കൊടുക്കുന്നില്ല എന്ന് ശിവരാമേട്ടൻ പറയുന്നതെല്ലാം കേട്ടോണ്ട് മിണ്ടാതിരിക്കായിരുന്ന സരസ്വതിയും, ചിലത് കിട്ടുന്നതും ചിലത് നഷ്ടമാവുന്നതും ആരുടെയും കുറ്റമല്ല ശിവരാമേട്ട, തലവിധിയാണ്, യോഗമാണെന്ന് പറയുകയാണ്. അതുകൾക്കെ കനിയും ഈ തലയിൽ വന്നു കയറുന്നതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതും നഷ്ടപ്പെട്ടതിനെ എങ്ങനെ വീണ്ടെടുക്കാമെന്ന് നോക്കുന്നതുമാണ് സത്യത്തിൽ ജീവിതം. ശരിയല്ലേ സാർ എന്ന് കൃഷ്ണചന്ദ്രൻ സാറിനോടായി ചോദിക്കേ, 100% വിധിക്ക് കൊടുക്കുന്നതല്ല, നമുക്കായി മെരുക്കുന്നതാണ് ജീവിതം എന്ന് സാറും പറയുകയാ. അതിനുള്ള ത്രാണിയും വേണ്ടേ സാർ? ഏട്ടൻ പറഞ്ഞത് ശരിയാ, ജീവിതത്തോട് വല്ലാത്തൊരു ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എന്നെ തകർത്തു കളഞ്ഞു അയാള്. ജീവിക്കാനുള്ള കൊതിയൊക്കെ നഷ്ടമായി. മാംസം കുത്തി മൂത്ത ഒരു മൃഗമായിരുന്നു അയാള്. ഞാൻ എന്റെ മക്കളോട് പോലും പറഞ്ഞിട്ടില്ല. വിവാഹത്തിന്റെ അന്ന് രാത്രി മുതൽ താലി കെട്ടിയവനാൽ നിരന്തരം റേപ്പ് ചെയ്യപ്പെട്ടവളാ ഞാൻ. മുറിവുകളുടെ നീറ്റലിൽ പിടഞ്ഞ് ബോധം പോയിരുന്നൊരു കാലം. അങ്ങനൊരുത്തന് അടുത്ത ദിവസം ഭക്ഷണം വെച്ചു കൊടുക്കണം, സ്നേഹത്തോടെ പെരുമാറണം, അയാളുടെ അടിവസ്ത്രം വരെ കഴുകി കൊടുക്കണം. അതാണല്ലോ ദാമ്പത്യം. ഉടഞ്ഞു നുറുങ്ങിയിട്ടും ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ഈ വേദനകൾക്കിടയിലും 3 മക്കളുമായി എന്നമ്മ പറയുന്നത് കേൾക്കെ സങ്കടത്തോടെ കണ്ണീരോടെ അമ്മയെ നോക്കി നിൽക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. മോഹന്റെ കാര്യങ്ങൾ മഹേഷും രാധയും വിഷ്ണുവുമായി ഡിസ്കസ് ചെയ്യുന്നതും സുജിയും വീണയും സന്തോഷമായുള്ള ഡിവോഴ്സ് കാര്യം സംസാരിക്കുന്നതും എല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.